പ്രചോദനം നൽകണം. പിന്നെയോ എൻ്റെ മക്കളുടെ പ്രവൃത്തിയിൽ എനിക്ക് നന്മയുണ്ടാക്കി തരണം. നോക്കൂ, എൻ്റെ മക്കൾ എനിക്ക് നന്മയായി തീരണം. നമ്മുടെ ഉമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ടാകുമോ നമുക്ക് വേണ്ടി? നമ്മുടെ ബാപ്പ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാകുമോ? അല്ലാഹു ആലം. അവർ പ്രാർത്ഥിക്കണം നമുക്ക് വേണ്ടി, അല്ലേ? പടച്ചവനെ, എൻ്റെ മക്കളിൽ എനിക്ക് നന്മയുണ്ടാക്കി തരണം. തീർന്നില്ല നാഥ, തീർച്ചയായും നിന്നിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു. നാഥ, തീർച്ചയായും ഞാൻ കീഴ്പ്പെട്ടവരുടെ കൂട്ടത്തിലാകുന്നു. ഇതാണ് എൻ്റെ വിഷയത്തിൻ്റെ പരിസമാപ്തി കുറിക്കുമ്പോൾ പറയാനുള്ളത്. ഒറ്റ വാചകം കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഈ അധ്യക്ഷ പദവിയുടെ സമയം സൂക്ഷിച്ചുകൊണ്ട് സംസാരിക്കുന്നു എങ്കിലും നിയന്ത്രണം വരാത്തത് കൊണ്ട് ഒറ്റ വാക്കുകൂടി പറഞ്ഞോട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വാപ്പാക്ക് അള്ള കൊടുക്കാത്ത ഹിദായത്ത് വളരെ പ്രധാനപ്പെട്ട നന്ദി കാണിക്കുന്നതിൽ ഒരു പോയിൻ്റാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കണം, അടിവരയിടണം. ഇബ്രാഹിം നബീൻ്റെ വാപ്പാക്ക് അള്ള ഹിദായത്ത് കൊടുത്തില്ല. ഓർക്കണേ, നൂഹ് നബിയുടെ ഭാര്യയ്ക്കും ലൂത്ത് നബിയുടെ ഭാര്യയ്ക്കും അള്ള ഹിദായത്ത് കൊടുത്തില്ല. നൂഹ് നബിയുടെ മകൻ അള്ള ഹിദായത്ത് കൊടുത്തില്ല. മുത്തു നബിയുടെ മൂത്താപ്പാക്ക് അള്ള ഹിദായത്ത് കൊടുത്തില്ല. ആ ഹിദായത്ത് കിട്ടാതെ പോയി ഷഹാദത്ത് കലിമക്ക് വിരുദ്ധമായി മരിച്ചപ്പോൾ റസൂലിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ചാലിട്ടൊഴുകി. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. സൂറത്ത് ഖസസിൽ 56-ാമത്തെ വചനം. റസൂലുള്ളാഹിന്റെ മാതാപിതാക്കൾക്ക് പോലും അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഖലീലുള്ളാഹിന്റെ ബാപ്പാക്ക്, അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട റസൂലുള്ളാഹിന്റെ ബാപ്പാക്കും ഉമ്മാക്കും, അതേ സഹീഹ് മുസ്ലിമിൽ കാണാം, അബീ വഅബാക ഫിന്നാർ, നിന്റെ വാപ്പയും എൻ്റെ വാപ്പയും നരകത്തിലാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മുഹമ്മദ് നബിയുടെ വാപ്പാക്ക് അള്ള കൊടുക്കാത്ത ഹിദായത്ത് എനിക്കും നിങ്ങൾക്കും എന്തിന് അള്ള തന്നു? അള്ള എന്തിന് നമ്മളെ തെരഞ്ഞെടുത്തു? ഈ സാധുക്കളായ നമുക്ക് അള്ള തൗഹീദ് കിട്ടി തന്നില്ലേ? അതിന് നന്ദി കാണിക്കേണ്ടവരല്ലേ നമ്മൾ? ഈ മഹാന്മാരായ പ്രവാചകന്മാരുടെ കുടുംബത്തിന് കൊടുക്കാത്ത ഹിദായത്ത് എന്ന തൗഫീഖ്, അനുഗ്രഹം, ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അല്ല നമുക്ക് തന്നില്ലേ? മുസ്ലിങ്ങളിൽ അവാന്തര വിഭാഗങ്ങളിൽ ഖബറിന് കുമ്പിടുന്നവരിൽ നിന്ന്, ശിർക്ക് ചെയ്യുന്നവരിൽ നിന്ന്, തീവ്രവാദികളിൽ നിന്ന് MSMന്റെ ബാനറിൽ ഒന്നിക്കാൻ അള്ളാഹു നിങ്ങൾക്ക് സൗഭാഗ്യം നൽകിയില്ലേ? ഈ അനുഗ്രഹത്തെക്കാൾ വലിയ അനുഗ്രഹം എന്തുണ്ട്? അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹം, അതിന് നന്ദി കാണിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നല്ല ഒരു നേതൃത്വത്തെ അള്ളാഹു നമുക്ക് നൽകിയില്ലേ? ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ ചിന്തിക്കുകയായിരുന്നു, ആയത്തുകളും ഹദീസുകളും മാത്രമുള്ളൊരു സദസ്സ്, ദീന് പറയുന്നൊരു സദസ്സ്, അന്താരാഷ്ട്ര ബഡായി പറയാത്തൊരു സദസ്സ്, മനുഷ്യർക്ക് ഉപകാരമുള്ള ഹൃദയസ്പർശിയായ ഒരു വലിയ എഞ്ചിനീയറിങ്ങിനും ഡോക്ടർ വിഭാഗത്തിനൊക്കെ പഠിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ആയത്തും ഹദീസും പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ദൈവീക ഗ്രന്ഥത്തിൻ്റെ മാസ്മരിക ലോകത്ത് ലയിച്ചു ചേർന്ന നിങ്ങൾ ഈ നേതൃത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ KNM നേതൃത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ തൗഹീദിൻ്റെ ശബ്ദമുതിർക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം എന്ന കേരളത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹത്തെ എന്നും അല്ലാഹു നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അല്ല ചെയ്തു തന്ന ഓരോ അനുഗ്രഹങ്ങളും ഈ ഇരുന്ന ഇരിപ്പിൽ കസേരയിൽ ഓർക്കുക. ബാപ്പ പണക്കാരൻ, നല്ല റോഡ് സൈഡിൽ വീട്, നല്ല ആരോഗ്യം, രോഗമില്ലാത്ത അവസ്ഥ, പ്രമേയമില്ലാത്ത, കൊളസ്ട്രോൾ ഇല്ലാത്ത, അതുപോലെ ക്യാൻസർ ഇല്ലാത്ത അനവധി രോഗങ്ങളിലൊക്കെ രക്ഷപ്പെടുത്തിയ എൻ്റെ റബ്ബേ, ഞാൻ നിനക്ക് നന്ദിയുള്ള അടിമയാകണം. അതുകൊണ്ട് നാഥ, നീ എന്നെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ്സിൻ്റെ മാഹാത്മ്യം ഉൾക്കൊള്ളാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. പരമാവധി വലണ്ടേഴ്സും അല്ലാത്തവരും ഒക്കെ ക്ലാസ്സുകൾ നടക്കുമ്പോൾ വെറുതെ എണീറ്റ് നടക്കുന്നൊരവസ്ഥാവിശേഷത്തെ ഒഴിവാക്കി കിട്ടുന്ന കസേരകളിൽ നിന്ന് വിജ്ഞാനങ്ങൾ നുകർന്ന് ഈ 2-3 ദിവസം എനിക്ക് ഇൽമ് കിട്ടി എന്ന് പറയുന്നൊരവസ്ഥാവിശേഷം ഉണ്ടാകാൻ നമ്മൾ വിചാരിക്കണം, മനസ്സിൽ കരുതണം. നമ്മൾ സ്വയം മാറ്റത്തിന് തയ്യാറായാലേ അള്ളാഹു നമ്മളെ മാറ്റൂ. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. നിങ്ങൾ സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത കാലത്തോളം അള്ളാഹു നിങ്ങളെ മാറ്റുകയില്ല. സൂറത്ത് റഅദ് 13-ാം അധ്യായം 11-ാമത്തെ വചനം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇതെല്ലാം നിലനിർത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളായി തീരാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബാദുർ റഹ്മാൻ്റെ മുഴുവൻ ക്വാളിറ്റികളും നിലനിർത്തി പാതിരാത്രിയിൽ നിന്ന് നമസ്കരിച്ച് അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന അടിമകളാകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ഓരോ അനുഗ്രഹങ്ങളും എടുത്ത് അള്ളാഹുവിനോട് പറഞ്ഞ്, ഇതൊക്കെ നീ എനിക്ക് നൽകിയതാണ് റബ്ബേ, നിനക്ക് നന്ദി കാണിക്കാൻ നീ എനിക്ക് പ്രചോദനം നൽകണേ എന്ന് റബ്ബി ഔസീനി അൻ അശ്കുറ നിഅമതക അല്ലതി എന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അള്ളാഹു നമുക്ക് സന്മനസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബന ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവ്വലോകരക്ഷിതാവിന് നന്ദി കാണിക്കേണ്ടതിൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങളെക്കുറിച്ച് പ്രൗഢഗംഭീരമായി വിഷയാവതരണം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. സദസ്സ് ഒരുമിച്ച് ഒരു ചെറിയ ചലന വ്യത്യാസത്തിലേക്ക് പോകുന്നത് നമുക്കൊന്ന് റെഫർ ചെയ്യാൻ നന്നാവും തോന്നുന്നു. എല്ലാവരും ഒന്ന് റെഡിയാവുക. ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. നേരത്തെ ഇവിടെ പ്രഭാഷകർ സൂചിപ്പിച്ചതുപോലെ ഗംഭീരമായ ശാന്തഗംഭീരമായ ഒരു സദസ്സ് സാഗൂതം താല്പര്യപൂർവ്വം കാര്യങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും ചോദിക്കാനും അറിയാനും തയ്യാറായി നിൽക്കുകയാണ്. പ്രോഫ്കോണിൻ്റെ ആകർഷകമായ മറ്റൊരു സെഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. സെർച്ച് ഫോർ ട്രൂത്ത് എന്ന വിഷയത്തിൽ നടത്തുന്ന ഒരു പ്രസൻറ്റേഷനും അതിൻ്റെ ശേഷമുള്ള ഓപ്പൺ ഫോറവുമാണ് ഇനി നമ്മുടെ ഈ സെഷനിൽ നടക്കാനുള്ളത്. എല്ലാവരും സ്വയം ഒന്നുകൂടി താല്പര്യവും ഉന്മേഷവും തിരിച്ചെടുക്കുന്നു. ഒരുമിച്ച് ഇരിക്കാം. നമുക്ക് ഇപ്പോൾ മനസ്സാഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ശാരീരികമായി ആവശ്യമുള്ള സംഗതികൾ എന്തൊക്കെയാണെന്ന് സംഘാടകർക്കും നേരിട്ടറിയാം. അത്തരം കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് തിരഞ്ഞു പോകേണ്ടതില്ല, നിങ്ങളെ തേടി ഇങ്ങോട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് പ്രോഫ്കോൺ സംബന്ധമായ നിങ്ങളുടെ സജഷൻസ്, സംശയങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ക്രിറ്റിസിസം ഇതെല്ലാം രേഖപ്പെടുത്തി വെക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ ബോക്സുകൾ, വ്യത്യസ്ത പോയിന്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുമല്ലോ. സത്യം തേടിയുള്ള ഒരു യാത്ര, അന്വേഷണം, എങ്ങനെയാണ് സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ദൈവത്തെ നാം മനസ്സിലാക്കേണ്ടത് എന്ന തലത്തിലേക്ക് വരുന്ന ഒരു ഗഹനമായ പ്രഭാഷണമാണ്. ഇന്ത്യക്കകത്തും പുറത്തും വ്യത്യസ്ത വേദികളിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും വിവിധ വിഷയങ്ങൾ അധികരിച്ചുകൊണ്ട് ഗഹനമായ പ്രഭാഷണങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ബഹുമാന്യനായ നമുക്കെല്ലാം സുപരിചിതനായ അഡ്വക്കേറ്റ് മായൻകുട്ടി മാത്തറാണ് ആ വിഷയം അവതരിപ്പിക്കുന്നത്. ഈ ഓപ്പൺ ഫോറത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ നിർവഹിക്കുന്നതിന് വേണ്ടി MSM സംസ്ഥാന സമിതി അംഗം റുസ്തം ഉസ്മാനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. I'm here to introduce a awesome guy to you. Why I call him awesome? Because he's a da'i in the same time, he's a full-time da'i, in the same time he's a full-time professional. He set for an example for all of us. We can be a good da'i, in the same time we can be a good professional at the same time. As a professional myself, I also look forward to him for get an example how he deal with the both field of highly different fields. Never there is a similarity. The advocacy or a field of advocacy is something highly related to the material things, and something which is dealing in other side is dawah, which is dealing with the spiritual side. But he is an example, is a good example for how can we as a professional lead the same thing in the same time, not failing in any part of these two sides. Okay, and also I want to introduce his website, Global Islamic Platform. He's a think tank behind this site, which deals with the same topic we are dealing, the search for truth. He's giving the message of how we can achieve truth.
Okay, I am introducing him to, I am inviting him to present the topic Search for Truth in front of you. After that session, you have a question and answer session with him also, inshallah. Make use of this thing. May Allah bless him.